അവളെ അനുമോൻ വിളിച്ചോ? മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ഗായത്രി ചോദിച്ചു. ആ അമ്മേ, ചേട്ടായി വിളിച്ചിരുന്നു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണെന്നാ പറഞ്ഞത്. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ അവരിങ്ങ് എത്തും. എനിക്കിവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ ദേവു അവിടെ തനിച്ചല്ലേ, പിന്നെ അവൾക്ക് ക്ലാസ്സുമുണ്ട്. അല്ലെങ്കിൽ മധുവേട്ടന് വിട്ടനെ അവളെ കൂട്ടാൻ. ഗായത്രി സങ്കടത്തോടെ പറയുന്നത് കേട്ട് ചക്കി രവരി ചേർത്ത് പിടിച്ചു. അമ്മ വെറുതെ അതൊന്നും ആലോചിച്ച് തല കൊണ്ടാക്കേണ്ട. ഞാനില്ലേ ഇവിടെ. ദേവേട്ടനെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഗായത്രിക്കുട്ടി സമാധാനത്തോടെ പോയിക്കോ. അവൾ ഗായത്രിയുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ചക്കി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചോളണം. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഗായത്രി തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. ആൻറ്റി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടെ ഞാനില്ലേ. ഇവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞെങ്കിൽ എത്തില്ലേ. അവിനാഷ് ഗായത്രിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. പറന്നു വരാൻ നീ ആര് ഡിങ്കനോ? അവനെ കളിയാക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. ഡാ വേണ്ട, നിന്നെ ഞാൻ ഓർത്തിട്ടല്ല, എൻ്റെ അനിയത്തിക്കുട്ടി ഓർത്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഹോ, അപ്പം അങ്ങനെയൊക്കെ ആയോ? അപ്പം നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും അകത്ത്, ഞാൻ പുറത്തും അല്ലേ? ദേവൻ കുറച്ച് പിണക്കത്തോടെ പറഞ്ഞു. ഓ, ഇനി അതിൻ്റെ പേരിൽ പിണങ്ങണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാ. ഇനിയും ഇങ്ങനെ നിന്നാൽ ട്രെയിൻ അങ്ങനത്തെ പാട്ടിന് പോവും. നിങ്ങൾ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. വേഗം വരാൻ നോക്ക്. അവൻ അതും പറഞ്ഞ് ബാഗും എടുത്ത് പുറത്തേക്ക് പോയി. മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. അമ്മയും അച്ഛനും സമാധാനത്തോടെ പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അനിയേട്ടനും ഉണ്ടല്ലോ, ചക്കി പറഞ്ഞു. എന്നാൽ ശരി മോനെ. ദേവ, ഞങ്ങൾ ഇറങ്ങുക. പിന്നെ ഇവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോളണം. മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ഗായത്രി അവനെ നോക്കി പറഞ്ഞു. അവൻ അതിനൊന്ന് തലയാട്ടി. മോനെ സൂക്ഷിക്കണേ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വിളിക്കാം, മാധവൻ പറഞ്ഞു. അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ഒപ്പം ചക്കിയും അവരെ യാത്രയാക്കിയിട്ട് അവൾ ദേവന്റെ അടുത്തേക്ക് ചെന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം ദേവന് കഴിക്കാനുള്ള മരുന്നെടുക്കുകയായിരുന്നു ചക്കി. പെട്ടെന്ന് അവൾക്ക് മനം പുരട്ടൽ പോലെ തോന്നി. വേഗം തന്നെ അവൾ ബാത്റൂമിലേക്ക് ഓടി. അവൾ ഓടുന്നത് കണ്ട് എന്താണെന്നറിയാതെ ദേവൻ ബാത്റൂമിലേക്ക് നോക്കിക്കിടന്നു. അവൻ അവളെ വിളിച്ചുവെങ്കിലും അവൾ വിളിയേട്ടില്ല. അവൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി. അവൾ വിളി കേൾക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവന് പേടി തോന്നി. അവിടെ നിന്നും അവന് എണീക്കാൻ തോന്നിയെങ്കിലും പറ്റിയില്ല. അവൻ കട്ടിൽ കൈയൂന്നി എണീക്കാൻ തുടങ്ങിയതും ബാത്റൂമിൻ്റെ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. അവളുടെ മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ടായിരുന്നു. ആകെ തളർന്നിരിക്കുമായിരുന്നു. അവൾ അതൊന്നും വകവയ്ക്കാതെ അവനുള്ള മരുന്നും എടുത്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ചക്കി? അവളുടെ മുഖം കണ്ട് അവൻ ആദ്യയോട് ചോദിച്ചു. അത് ദേവേട്ടാ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഇങ്ങനെ കിടന്ന് വിൽക്കരുതെന്ന്. അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ദേവേട്ടൻ മരുന്ന് കഴിക്ക്. അവൾ വെള്ളവും ഗുളികയും അവൻ്റെ നേരെ നീട്ടി. അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി മരുന്ന് കഴിച്ചു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി അതുമായി ടേബിളിനടുത്തേക്ക് നടന്നു. ജഗിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചിട്ട് ദേവൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ കിടത്താൻ നോക്കി. ഡി, നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ നേരത്തെ ബാത്റൂമിലേക്ക് ഓടിയത്? അവൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അതൊന്നുമില്ല. സമയം ഒരുപാടായി. ദേവേട്ടൻ കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കുന്നത് എണീക്കുന്നതും അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. കള്ളം പറയാൻ നോക്കണ്ട. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അതിപ്പോൾ പറയണോ വേണ്ടേ എന്നുള്ള ചിന്തയിലായിരുന്നു. ചക്കി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറയാൻ നോക്ക്. അത് ദേവേട്ടാ, എനിക്ക്... അവൾക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈയെടുത്ത് അവൾ വയറിന് മുകളിൽ കൈവച്ചു. അവൻ അവളെ നോക്കി ആണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അതിനവൾ അതേന്ന് തലയാട്ടി. നീ എന്താ ചക്കി ഇത് നേരത്തെ പറയാതിരുന്നത്? അവൻ അവളുടെ അരികിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. നീ ഇത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നേൽ അമ്മയെ ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നല്ലോ. നിനക്കറിയാവുന്നതല്ലേ ഇപ്പം നല്ല റെസ്റ്റ് വേണ്ട സമയമാണെന്ന്. എൻ്റെ ദേവേട്ടാ, ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടർ തന്നെയല്ലേ, അതും ഗൈനക്കോളജിസ്റ്റ്. ദേവേട്ടൻ ആ കാര്യം മറന്നുപോയോ? ദേവേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തതല്ലോ. അവൾ അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിനക്കറിയാലോ, ഇനി അങ്ങോട്ട് 3 മാസം നല്ലതുപോലെ സൂക്ഷിക്കണമെന്നും ഭാരമുള്ള പണിയൊന്നും ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ. എന്നിട്ടാണോ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് നീ പറഞ്ഞത്? അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, ഞാനുള്ളപ്പോൾ ദേവേട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ ദേവേട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഇതേ ദേവേട്ടൻ്റെ കുഞ്ഞാണ്. ദേവേട്ടനെ പോലെ അവന് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് എൻ്റെ മോള് കരുതണ്ട. ഞാൻ നാളെ തന്നെ അനിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിന്? എൻ്റെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളും. നിനക്ക് റെസ്റ്റ് എടുക്കാനും ചെയ്യാം. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇതിൻ്റെ പേരിലെങ്ങാനും അനിയേട്ടനെ വിളിച്ചാൽ പിന്നെ ഞാൻ ദേവേട്ടനോട് മിണ്ടില്ല. നമ്മുടെ മോനും മിണ്ടില്ല. അവൾ പിണക്കാൻ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അത് മോനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? അതേലോ, ഇത് മോൻ തന്നെയാ. ദേവേട്ടനെ പോലെ നീല കണ്ണുകളുള്ള മോൻ തന്നെയാ. ഓഹോ, എന്നാൽ ഞാൻ പറയുക ഇത് മോളാണെന്ന്. നിന്നെപ്പോലെ നല്ലൊരു സുന്ദരി മോള്. നമുക്ക് നോക്കാം മോളാണോ മോനാണോ എന്ന്. അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ നോക്കാം. എന്തായി രാഹുൽ കാര്യങ്ങൾ?
അവൻ ഇന്ന് രാവിലെ ഡിസ്ചാർജായി അവൻ്റെ ഫ്ലാറ്റിലുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ തിരികെ പോന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ അവിടെ ശിഖയുണ്ട്. അവൻ ആ ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മാത്രമുള്ളോ? വേറെ ആരുമില്ലേ അവിടെ? ഇല്ല അർജുൻ, അവൾ മാത്രമുള്ളൂ. നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു രാഹുൽ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ അറിയാം. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ നടക്കുന്ന എന്തും ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ അറിയും. അതിന് വേണ്ടതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. നീയാണടാ എൻ്റെ യഥാർത്ഥ ഫ്രണ്ട്. എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൻ. നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അവളെ കിട്ടും. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അർജുൻ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവളെ ഞാൻ നിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. അവർ രണ്ടുപേരുടെയും ചിരികൾ അവിടെ ആകെ മുഴുങ്ങിക്കൊണ്ടിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്